കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി അല്ല, കാണുന്നുണ്ടനേകം അക്ഷരങ്ങൾ. മലയാള കവിതാ സാഹിത്യത്തിൽ സ്വന്തമായൊരിടം കണ്ടെത്തിയ എഴുത്തുകാരനും പരിഭാഷകനും അതുപോലെ തന്നെ ചിത്രകാരനുമാണ് എം.ആർ. രേണുകുമാർ. ചരിത്രത്തിൽ രേഖപ്പെടുത്താതിരുന്ന ജനങ്ങൾക്ക് അവരുടെ അനുഭവങ്ങൾക്കും അവരുടെ ഭാവനകൾക്കും കവിതയിൽ സ്ഥാനമുണ്ടെന്നും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുള്ള കവി കൂടിയാണ് അദ്ദേഹം. ഏതോ ഒരു ലോകത്ത് ആരോ ഒരാൾ എഴുതാതെ വിട്ട കവിതയൻ കവിത എന്നാണ് അദ്ദേഹം തൻ്റെ സ്വന്തം കവിതയ്ക്ക് നൽകുന്ന നിർവചനം. വലിയ ലോകത്ത് കാണാതെ പോകുന്ന ചെറിയ കാര്യങ്ങളെയും അതുപോലെ തന്നെ വെളുപ്പിൻ്റെ ലോകത്ത് മറഞ്ഞുപോയ കറുപ്പിനെ, തിരസ്കരിക്കപ്പെട്ട ദളിത് ജീവിതങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ കവിതയ്ക്ക് വിഷയമായി സ്വീകരിച്ചിട്ടുണ്ട്. ദാർശനിക തലത്തിൽ എം.ആർ. രേണുകുമാറിൻ്റെ ഈ ഒരു കവിത പൊയ്കയിൽ അപ്പച്ചൻ്റെ കവിതകളുമായി രാഷ്ട്രീയമായി സംവദിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എം.ആർ. രേണുകുമാറിൻ്റെ ഈ ഒരു കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന് പറയുന്ന കവിത. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഇത് പൊയ്കയിൽ അപ്പച്ചൻ്റെ വരികളാണ്. തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞു വെടിപ്പായ മുറ്റം, മുറ്റത്തിനതിര് കാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം, കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴി കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ, മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും, അരികിലായി ചാഞ്ഞു കിടക്കും ചിരട്ടത്തവികളും. കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ. വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത്, രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത്. ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടുപ്പുള്ളതാക്കിയത്? ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത്? കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ. ദളിത് ജീവിതത്തിൽ വിദ്യാഭ്യാസം കടന്നു വരുമ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലും അതുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കവിതയാണ് എം.ആർ. രേണുകുമാറിൻ്റെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ ഓരോ ജനവിഭാഗങ്ങളും തുല്യരായി ഒരേ നിലയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രയത്നങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയ്യങ്കാളിയെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകര് പഞ്ചമിയെ പോലെയുള്ള കുട്ടികളെ കൈപിടിച്ച് വിദ്യാലയത്തിൻ്റെ പടികൾ കയറുമ്പോൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ഇന്നും നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ മാറി എല്ലാവർക്കും വിദ്യാഭ്യാസം വന്നു തുടങ്ങി. അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതങ്ങൾ, ആ ജീവിതങ്ങളൊക്കെ തന്നെ പ്രത്യേകമായി മാറ്റപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ തന്നെ എം.ആർ. രേണുകുമാർ തൻ്റെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്, വിദ്യാഭ്യാസമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്.